ഹായ് ഹലോ വെൽക്കം ടു എറ്റ് അനദർ വീഡിയോ ഓഫ് ഗ്യാരേജ് വീഡിയോ. ഇന്ത്യയിലെ മോട്ടോർ സ്പോർട്ട് ഇവൻ്റ് ആയിട്ടുള്ള സൂപ്പർ ക്രോസ് ലീഗിൻ്റെ ഗ്രാൻഡ് ഫിനാലെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. റേസ് മോട്ടോ ആണ് കേട്ടോ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ളത്. ഗോൾഡൻ ടിക്കറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുകയാണ്. എൻട്രി ചെയ്യുമ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. എന്നെ ലീഡ് ചെയ്തുകൊണ്ടാണ് ഒന്നും ചെക്ക് ചെയ്തില്ല. അപ്പോൾ എല്ലാവരും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇവൻറ്റ് കാണുന്നത്. ഹസ്ബൻഡാണെങ്കിലും മറ്റുള്ള സ്പോട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇവൻറ്റ് ആദ്യമായിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്രയധികം സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം പോകാൻ. ഇവിടെ നോക്കുമ്പോൾ കാണാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കയറുകയാണ് കേട്ടോ. 3 നില കയറി വരുമ്പോഴത്തേന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കതച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കയറി വന്ന് നമ്മൾ ആ ഒരു ടിക്കറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഫാൻ പാർക്കിലേക്കൊക്കെ ആക്സസ് ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര റഷായിരുന്നു. ഒരുപാട് ഗേറ്റിലൂടെ ആയിരുന്നു എൻട്രി. അപ്പോൾ ഫാൻ പാർക്കൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ 5 മണിയോടുകൂടി നമ്മൾ സ്റ്റേഡിയത്തിലോട്ട് എത്തിയിട്ടോ. 6 മണി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ ചെറിയ രീതിയിൽ അനൗൺസ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ കയറി വന്ന് ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു ലോകത്തേക്ക് വന്ന പോലെ തന്നെ തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു വ്യൂവും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇത്ര തന്നെ ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ എന്നിട്ടോ. പക്ഷേ പരിപാടി തുടങ്ങാനായപ്പോഴത്തേനും ഒരുപാട് തിരക്കായി. നമുക്കിരിക്കുന്നിടത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന ടൈം ഭയങ്കര കറക്റ്റായിട്ടുള്ളൊരു ടൈമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ ഞങ്ങൾ വന്നിട്ടുണ്ട്. റേസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്പൊക്കെ കൊടുക്കുകയാണ്. കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഫ്ലാഗൊക്കെ ആയിട്ട് വന്നു. പിന്നെ അവിടെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പോലീസൊക്കെ വെയിറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ സെക്യൂരിറ്റി ലെവലിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊതുവേ ഇതിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ആകെ ബ്ലിങ്കായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഫ്ലാഗും കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോൾ ഇപ്പം തന്നെ തുടങ്ങുന്നു. പക്ഷെ കുറേ കാര്യങ്ങൾ സ്റ്റാർട്ടപ്പ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 6 o'clock കഴിഞ്ഞിട്ടാണ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിവിടെ ഇങ്ങനെ ക്രൗഡും കാര്യങ്ങളൊക്കെ നോക്കി. ആംബുലൻസ് അവിടെ നിൽക്കുന്നു. പിന്നെ നമ്മുടെ സൂപ്പർ ക്രോസിൻ്റെ ലോഗോ അതാണ് കേട്ടോ. ആ കാണുന്നതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ്. പിന്നെ എൻഡിങ് പോയിൻ്റ് അങ്ങനെയല്ല ഒക്കെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ആ ഒരു ഭാഗത്ത് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളിരിക്കുന്ന ആ ഒരു ടിക്കറ്റ് ആയതുകൊണ്ട് നല്ല വ്യൂ ആണ്. എല്ലാത്തിനും നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. മുകളിൽ ഇരുന്നിട്ട് ഫുള്ളായിട്ട് റേസ് കാണാനും ഗസ്റ്റുകളെ കാണാനും എല്ലാത്തിനും നമുക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു. കുറേ നേരം ഇങ്ങനെ ഇതന്നെ നോക്കിക്കൊണ്ടിരുന്നു. ആൾക്കാർ വരുന്നതും അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കുട്ടികൾ ഇവിടെ ഇന്ത്യൻ ഫ്ലാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഇന്ത്യൻ ഫ്ലാഗ് പിടിച്ചിട്ട് ഒരു ഓൾമോസ്റ്റ് 1 hour വെയിറ്റ് ചെയ്തു കേട്ടോ. അത് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അവരെയും കുറേ നോക്കിയിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും നല്ല രസമായിരുന്നു. നമുക്ക് ടിക്കറ്റ് തന്ന റേസ് മോട്ടോറിനോട് നമ്മൾ വലിയൊരു താങ്ക്സ് പറയുകയാണ്. കാരണം ടിക്കറ്റ് കിട്ടിയതോട്ട് മാത്രമാണ് എൻട്രി ചെയ്യാൻ പറ്റിയത്. ടിക്കറ്റ് ഉള്ളവർക്ക് തന്നെ എൻട്രി ചെയ്യാതെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 11 മണിക്ക് തന്നെ ക്യൂ തുടങ്ങിയിട്ടുണ്ട് എല്ലാ ഗേറ്റിലും. അപ്പോൾ 11 മണിയുടെ ക്യൂവിൽ ഗേറ്റ് ഓപ്പൺ ചെയ്തത് ഒരു 4 o'clock കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 4 o'clock കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രയും ഓൾമോസ്റ്റ് ഒരു 2-3-4 hours വെയിറ്റ് ചെയ്തവർക്കാണ് ഈ ഒരു ഇതിൽ എൻട്രി ചെയ്യാൻ പറ്റിയത്. പിന്നെ 6 മണിക്ക് ശേഷം വന്നവരൊന്നും അവർ എൻട്രി ചെയ്യാൻ പറ്റില്ല. കാരണം ചെക്കിങ്ങും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എൻട്രി. അപ്പോൾ എന്തായാലും അങ്ങനെ വന്നവർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഈ ഒരു ടീമിൻ്റെ കോർഡിനേഷനെ പറയാൻ പറ്റില്ല. പക്ഷെ അവർ ഇങ്ങനെ പറയേണ്ടതായിരുന്നു. ഒരു 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും പ്രവേശനം ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ ണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ 2:30 ആ ടൈമിൽ വന്നതാണ്. എന്നിട്ട് ഓരോ ഗേറ്റ് നടന്ന് ടിക്കറ്റ് എടുത്ത് ഈ ഗേറ്റല്ല ആ ഗേറ്റല്ല ഫാൻ പാർക്കിലേക്ക് എൻട്രി വേറെ സ്ഥലത്ത് നിന്ന് ടാഗ് വാങ്ങണം. അങ്ങനെ ഭയങ്കര റഷായിരുന്നു. പക്ഷേ അകത്ത് കയറി കുറച്ച് നേരം ഇങ്ങനെ ലാഗ് അടിച്ചിങ്ങനെ ഇരുന്നു കേട്ടോ. ഇവരെന്താ ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ട് കുറേ നേരം ഇരുന്നു. ഞങ്ങൾ 5 മണിക്ക് എത്തിയല്ലോ. 1 hour ഇങ്ങനെ ഇരുന്നു. പിന്നെ ചെണ്ടക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ചെണ്ടക്കാരൊക്കെ വന്നപ്പോൾ നമ്മളെന്തായാലും ഇപ്പം തന്നെ തുടങ്ങുകയാണ് എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോന്ന് വരിക. ഇൻ്റർനാഷണൽ ലെവൽ ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ അതിനൊരു രീതിയിലും കുറവ് വരുത്താതെയാണ് കേട്ടോ ആ ഒരു ഇവൻറ്റിലെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. എന്താണ് വണ്ടി ഓടിക്കലാണ് എന്നുള്ളതറിയാം. പക്ഷേ എന്താ പറയുക, കിടിലം പരിപാടിയായിരുന്നു. നമ്മുടെ കോഴിക്കോടുള്ളവർ ഒരിക്കലും മിസ്സാക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷേ മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 1.5 മിസ്സിങ് തന്നെ ഇരിക്കാം കേട്ടോ ഈ ഒരു പരിപാടി. ഞാൻ പൊതുവെ ഒരു മോട്ടോർ സ്പോർട്ടിൻ്റെ ഒരു ഫാനൊന്നല്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. കിടിലം പരിപാടി, ഒന്നും പറയാനില്ല. നിങ്ങൾ ഇതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. കുറേയൊക്കെ ഞാൻ വീഡിയോസ് എടുത്തു. ഫസ്റ്റ് ഒരു
ഫസ്റ്റുള്ള കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. ലാസ്റ്റിലേക്ക് ആയപ്പോൾ പിന്നെ കണ്ടിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാണ്ടായി. അത്രയ്ക്ക് ഇങ്ങനെ നമുക്കത് കാണാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കുകയല്ലേ. അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ ഇവിടെ ഇരുന്ന് കുറച്ച് ബോറടിക്കണമൊക്കെ ഉണ്ട്, കാരണം പരിപാടി തുടങ്ങിയിട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ബാക്കിലൊക്കെ തിരക്ക് വന്ന് തുടങ്ങിയിട്ടോ. ഇപ്പോൾ സമയം ഒരു 5:45 6 മണി ആവണുള്ളൂ. അപ്പത്തേനും കണ്ടില്ലേ ക്രൗഡൊക്കെ ഒരുപാട് ഫില്ലായി. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫില്ലായി കേട്ടോ. അങ്ങനെ അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഒരു വട്ടമൊക്കെ കണ്ടിരിക്കേണ്ട പരിപാടി തന്നെയാണ്. ഇനി എവിടെയെങ്കിലൊക്കെ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കാണാത്തവരെന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് ലാഗായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ആങ്കർ കുറേ കൈയടിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൈയടിക്കുന്നു, കൈ റൈസ് ചെയ്യുന്നു, അങ്ങനെ എല്ലാവരും സെറ്റായിട്ട് റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ ഷോ സ്റ്റീലർ വരുന്നുണ്ട് കേട്ടോ. മിസ്റ്റർ സെബാസ്റ്റ്യൻ ആളാണ് നമ്മുടെ മെയിൻ ഷോ സ്റ്റീലർ. അപ്പോൾ ആൾ നമ്മുടെ പച്ച കുപ്പായൊക്കെ ഇട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാനിനി പറയുന്നില്ല, ആളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. ആളുടെ നമ്മൾ ഷോ സ്റ്റീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്ന് വാച്ച് ചെയ്യുക കേട്ടോ. എല്ലാവരും ഇരുന്ന് പോയി.
എല്ലാവരും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര ഡൗണായിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ക്ലാപ്പ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ സെബാസ്റ്റ്യൻ്റെ വൺ മാൻ ഷോ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഭയങ്കര എന്താ പറയുക, ഭയങ്കര എൻകറേജിങ് ആയിരുന്നു കേട്ടോ. ആളും നമ്മളെ കൊണ്ട് എൻകറേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞങ്ങളെ മുന്നിൽ വന്നിരുന്നിട്ട് ക്ലാപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു വണ്ടിയുടെ ശബ്ദം കാര്യങ്ങളൊക്കെ ആൾ ഭയങ്കര വൺ മാൻ ഷോ തന്നെ ആയിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കിട്ടില്ല പെർഫോമൻസ് ആയിരുന്നു. ഞാനിങ്ങനെ ഗെയിമിലൊക്കെ കണ്ടിട്ടുണ്ട് ബൈക്കിന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷേ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അതെന്തായാലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു ഇവൻ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മിസ്സിങ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബേബി ജീൻ ബ്രോ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ ഒരു ഒന്നോ രണ്ടോ പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിപ്പോൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബേബീസിൻ്റെ പാട്ട് കഴിഞ്ഞതോടുകൂടി പരിപാടിയുടെ റൈഡേഴ്സൊക്കെ വരാൻ തുടങ്ങിയിട്ട്, അപ്പോൾ റൈഡേഴ്സിന് ഒരു കിടിലൻ എൻട്രിനെ ഈ ഒരു ടീം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെണ്ടമേളം കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഏതൊക്കെ റൈഡേഴ്സാണ്, ഏതൊക്കെ വണ്ടികളാണ്, ഏതിൻ്റെ CC കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇത് കവാസാക്കിയിൽ 2 റൈഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ തൊട്ടായിട്ട് ഓരോ ടീമായിട്ടുള്ള റൈഡേഴ്സ് മൊത്തമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ടു നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു. ഈ ഒരു ഈവൻ്റ് എന്ന് പറയുന്നത് 250cc ഏഷ്യ ഇൻ്റർനാഷണൽ മിക്സാണ് വരുന്നത്. പിന്നെ 250cc ഇൻ്റർനാഷണൽ, പിന്നെ 450cc ഇൻ്റർനാഷണൽ. പിന്നെ 3 സെറ്റായിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടി നടന്നിട്ടുള്ളത്. 3 സെറ്റിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 11 ലാപ്പോളം വരുന്നുണ്ട് ഗ്രൂപ്പായിട്ട് വരുമ്പോൾ. അപ്പോൾ 3 പേര് 2 സെറ്റാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു സ്റ്റാർട്ടിങ് പിന്നെ ഒരു ഫൈനൽ, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 3 പേരാകുമ്പോൾ 6 സെറ്റായിട്ട് അങ്ങനെ പരിപാടിയൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ. അങ്ങനെ ബോറിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓരോ പോയിന്റ് നമുക്ക് കണ്ടു നിൽക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ റൈഡേഴ്സായിട്ട് വന്നിട്ട് ഓരോ ഹമ്പിലായിട്ട് അവർ വെയിറ്റ് ചെയ്തിട്ട് അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. അവരാ ബൈക്കോട്ട് വരുന്നതും അവരുടെ യൂണിഫോമും ചെണ്ടമേളവും എല്ലാം കൂടി നമുക്ക് ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കണ്ണിന് നല്ലൊരു കാഴ്ച തന്നെയാണ് ഈ ഒരു ടീം നമുക്ക് തന്നിട്ടുള്ളത്. ആർക്കും തന്നെ ഒരു ഇതുമില്ല, ഒരു ബോറടിയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ റെഡ് ടീം വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരുടെ പേരുകളൊന്നും എനിക്ക് കറക്റ്റ് വെച്ച് അറിയില്ല കേട്ടോ, കാരണം ക്ലിയർ ആവുന്നുണ്ടാവില്ല അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ റെഡ് ടീമിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ബ്ലൂ ടീം, ഗ്രീന്, വൈറ്റ്, റൈസിൻ്റെ ടീം, അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഓരോ ഹമ്പിൻ്റെ മുകളിലായിട്ട് നിൽക്കും കേട്ടോ.
പിന്നെ ഇത് ഇൻ്റർനാഷണൽ റേസാണ്. അത് ഇന്ത്യയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫ്ലാഗ് നല്ല രീതിയിൽ ഹൈപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ദേശീയഗാനം ആലപിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടി തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം വലിയ ഫ്ലാഗാണ്, ഇത്രയും കുട്ടികൾ ഒരുമിച്ച് ഓപ്പൺ ചെയ്തിട്ടാണ് കേട്ടോ. അത്രയും പേരാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഭയങ്കര വലിയ ഫ്ലാഗാണ്. അതിനുശേഷം ദേശീയഗാനം പാടുമ്പോൾ എല്ലാവരും എണീറ്റ് വന്ന് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം നല്ല രീതിയിൽ തന്നെ കേട്ടോ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള, ഒരു കുറവും പറയാനില്ല. പിന്നെ വീഡിയോസൊക്കെ ഉണ്ട്, ആർക്കും കയറാൻ പറ്റില്ല എന്നുള്ളത്. എല്ലാം കഴിഞ്ഞ് വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാലൊന്നും ഇത്രയും ഒരടിക്ക് കയറാൻ പറ്റില്ല, ഈവൻ ടിക്കറ്റ് ഉണ്ടെങ്കിൽ പോലും. എന്തായാലും കുറച്ച് റിസ്ക് എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്, ഒരു കണ്ടു നിന്ന ഒരാളെന്ന നിലയ്ക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ മന്ത്രി റിയാസ് വന്നിട്ടുണ്ട്, പിന്നെ ഷിക്ക, പിന്നെ അങ്ങനെ 1-2 പേരൊക്കെ ഉണ്ട് കേട്ടോ. ദേശീയഗാനത്തിന് റെഡിയാവാണ്. നാഷണൽ ആന്തത്തിന് ശേഷം ഞാനവിടെ ഇരിക്കാൻ വേണ്ടി ക്യാമറ ഓഫാക്കിയിട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി പടക്കം കാര്യങ്ങളൊക്കെ പൊട്ടി, അതിൻ്റെ പുകയാണ് കേട്ടോ പോണത്. അപ്പോൾ അതിന് ശേഷം എല്ലാവരും റിട്ടേൺ വരികയാണ്. ട്രാക്കിൽ നിന്ന് എല്ലാവരും ട്രാക്ക് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഗ്രൂപ്പിനനുസരിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എല്ലാവരും റിട്ടേൺ പോവുകയാണ് ഇപ്പോൾ. ഇനി നെക്സ്റ്റ്, അതായത് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ഫുള്ളായിട്ട് സ്റ്റേഡിയത്തിലെ എല്ലാ ലൈറ്റും ഓഫാക്കിയിട്ട് ഓഫാക്കിയ ആ ഒരു ഇരുട്ടത്താണ് കേട്ടോ എല്ലാ റൈഡേഴ്സും ട്രാക്കിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്തു, ആങ്കർ പറഞ്ഞു എല്ലാവരും ഫോൺ ഓൺ ചെയ്യാൻ പറഞ്ഞു, ഫോണിലത്തെ ലൈറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് എല്ലാവരും ലൈറ്റൊക്കെ ഇട്ടിരിക്കുക. ഇതൊക്കെ ഡയറക്റ്റ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്ന കാരണക്ക് ശരിക്കും പറഞ്ഞാൽ നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ അത്ര പറ്റിയില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ലൈറ്റ് ഓഫാക്കിയിട്ട് ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റ്സോളം അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ. അപ്പത്തിന് നമ്മൾ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ റൈഡേഴ്സൊക്കെ സ്റ്റാർട്ടിങ് പോയിന്റിൽ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ ഫുള്ളായിട്ട് ലൈറ്റ് ഡാൻസ് ചെയ്യുന്നു. നമ്മുടെ വന്ന് കാണുന്നവരെല്ലാവരും ഫോണിന് ആ ലൈറ്റ് വെച്ചിട്ട് അവരും ഒപ്പം ഡാൻസ് ചെയ്യുക. ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പോയി കണ്ടവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ. നമ്മൾ ടി വിയിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത് കേട്ടോ. ഡയറക്റ്റ് ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇനി മിസ്സാക്കരുത്. ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് പോയി വാച്ച് ചെയ്യണം കേട്ടോ.
ലൈറ്റൊക്കെ അവർ പതുക്കെ ഓണാക്കിയിട്ടോ. ആ ഓണാക്കിയോടുകൂടി നമ്മുടെ റൈഡേഴ്സൊക്കെ ട്രാക്കിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് 250cc ഇൻ്റർനാഷണൽ ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 250cc ഏഷ്യൻ ഇൻ്റർനാഷണൽ മിക്സ്, പിന്നെ 450cc ഇൻ്റർനാഷണൽ. അപ്പോൾ ഇത് ഫസ്റ്റ് 250cc ഇൻ്റർനാഷണലാണ്. ഇതിൽ അവർക്ക് ട്രയൽ ലാപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് അവർ പോകുന്നത് ട്രയലാണ് കേട്ടോ. ട്രയലിൽ തന്നെ ആ അറ്റത്ത് നിൽക്കുന്ന ബ്ലൂ കണ്ടോ, ആൾ ട്രയലിൽ തന്നെ മിടുക്കനായിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ആൾ തന്നെയാണ് കേട്ടോ എന്താണ് റേസിൽ വിൻ ചെയ്ത ആളുടെ റേസ് കാണാൻ അടിപൊളിയായിരുന്നു. എന്തായാലും റേസൊക്കെ നിങ്ങൾ കണ്ടു നോക്ക്. The riders will be taking a round off of this track to get themselves trained to this track. The second lap is on the way. The race is going to start very soon. Well, ladies and gentlemen, this is only a cycling lap. So every category gets one cycling lap where they're going to be checking out the terrain, they're going to be checking out the poles. This is what the riders need. ട്രയൽ ലാപ്പിന് ശേഷം എല്ലാവരും ഒരുമിച്ച് തന്നെ റേസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നല്ല സ്പീഡിലാണ് പോണത്. അപ്പോൾ റേസ് കണ്ടിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അതിങ്ങനെ കണ്ട് ലയിച്ചിരിക്കണ കാരണം വീഡിയോ കുറച്ച് മാറുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അത് അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൈ ഇങ്ങോട്ടാണ് പോകണമെന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് കയ്യിൽ പോകണ്ടല്ലോ എന്ന് നോക്കുമ്പോഴാണ് അറിയണത് ഇങ്ങനെ. അപ്പോൾ അവർ പോണതിനനുസരിച്ചിട്ടൊന്നും കൈ പോകണില്ല, കണ്ണ് മാത്രമേ പോകണ്ടായിരുന്നുള്ളൂ. അതാണ് കുറച്ച് ഭാഗമൊക്കെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഈ ബ്ലൂ വിട്ടെടുത്തിട്ടേ ഇല്ല, ബ്ലൂ ഇങ്ങനെ പോവന്നെ. ആളെത്രയേ ദൂരമാണ്, രണ്ടാമത്തെ ആളേക്കാൾ എത്രയേ ദൂരമാണ്. ഇതൊന്നല്ല ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഫോണിൽ കാണുമ്പോൾ ഒരു കുഞ്ഞേതുപോലെ ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റിലാണ് ഒക്കെ ചാടുന്നത്. നല്ല ഹൈറ്റ് പറഞ്ഞാൽ വമ്പ ഹൈറ്റിലാണ് ചാടുന്നത്. അപ്പം ഇങ്ങനെ അവർ 11 ലാപ്പ് ഉണ്ട് കേട്ടോ, 1-2 നല്ലോണം ഓടിച്ച് വരണം, എന്നിട്ടാണ് ഫൈനലിൽ എത്തുന്നത് കേട്ടോ.
ബ്ലൂ ബ്രോ ആണ് കേട്ടോ ജയിച്ചിട്ടുള്ളത്. ആ ലാസ്റ്റ് ഫിനിഷിങ് ലാസ്റ്റ് ലാപ്പ് എടുത്തില്ല, അപ്പത്തിനും ഞാൻ വീഡിയോ ഓഫാക്കി തോന്നുന്നു കേട്ടോ. പിന്നെ എടുത്തത് എൻ്റെ ആൾ ജയിച്ചിട്ട് എല്ലാവരെയും കാണാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അത്രയും നേരം ഇത്ര ലാപ്പ് ഉണ്ടെന്ന് 10 ലാപ്പ് ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പിടിച്ച് നിന്നപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് കട്ടാക്കിയതോടുകൂടി ആളിൻ്റെ ഫിനിഷിങ് ആയി കേട്ടോ. അപ്പോൾ ആളിപ്പോൾ ജയിച്ചിട്ട് എല്ലാവരെയും കണ്ടിട്ട് മടങ്ങിപ്പോവാണ്. പിന്നെ നെക്സ്റ്റ് റേസ് ഓടിക്കാനുള്ളവരൊക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അത് 250cc ഏഷ്യ ഇൻ്റർനാഷണൽ മിക്സ് ആണ് കേട്ടോ ഇനി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇതുപോലത്തെ ട്രയൽ ലാപ്പും പിന്നെ 11 ലാപ്പോളം റേസും വരുന്നുണ്ട് കേട്ടോ. പിന്നെ മൂന്നാമത്തെ അതായത് 450cc ഇൻ്റർനാഷണലും കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ലൈറ്റ് ഓഫായിട്ടോ. ഞാൻ എല്ലാം കൂടിയൊന്നും എടുത്തിട്ടില്ല, കുറേ നേരം ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂർ പരിപാടിയാണ്. അപ്പോൾ വീഡിയോ ഓൾമോസ്റ്റ് 44 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി ഫൈനൽ നടക്കുന്നതിൻ്റെ മുന്നേ വീണ്ടും ഒരു ലൈറ്റിൻ്റെ DJ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലൈറ്റിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മെയിൻ ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ സൽമാൻ ഖാൻ വരുന്നത് ഈ ഒരു ലൈറ്റ് ഓഫായതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഇനി എല്ലാവരും ഉണ്ടോ ആ ഭാഗത്ത് വരുന്ന ഒരു ഏരിയയിൽ നല്ല ക്രൗഡായിട്ടുണ്ട്. നാളെ വരികയാണ് കേട്ടോ. അതിൻ്റെ എൻട്രി ഒക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും എണീറ്റ് നിന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എണീറ്റ് നിന്നിട്ട് കാണുകയാണ്, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഭയങ്കര തിരക്കാണ് അവിടെ. ഒരുപാട് വ്ളോഗേഴ്സും സിനിമാ നടന്മാരും എല്ലാം ഉണ്ട് കേട്ടോ. നമുക്കതിലൊന്നും മനസ്സിലാവണില്ല. പിന്നീട് റീലും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു മനസ്സിലായത്. ടാപ്സി ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കുറച്ചധികം നല്ല വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പു സലീംക്ക, അങ്ങനെ നമ്മുടെ സൽമാൻ ഖാൻ സ്റ്റേജിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട്. നല്ല രീതിയിൽ അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്കങ്ങനെ പോകാനും കാണാനൊന്നും പറ്റില്ല, കാരണം അവിടെ ഈ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യണവർക്ക് തന്നെ അത്ര ആക്സസ് കുറവുള്ള പോലെയൊക്കെ തോന്നിയത് സൽമാൻ ഖാൻ്റെ അടുത്തേക്ക്. ഓക്കെ, നമ്മൾ മുർഷിദക്കൊക്കെ താഴത്തു കൂടെ ഇങ്ങനെ നടക്കുകയാണ്, സ്റ്റേജിലേക്കൊന്നും കയറുന്നില്ല. പിന്നെ നമ്മുടെ കാര്യം പറയാനില്ലല്ലോ, ഇല്ലെങ്കിൽ ഒരു സെൽഫിയൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഓക്കെ, ബെറ്റർ നെക്സ്റ്റ് ടൈം പറഞ്ഞിട്ട് ഇരിക്കാം നമുക്ക്. അപ്പോൾ സൽമാൻ ഖാനെ എന്തായാലും ദൂരത്തുനിന്ന് കാണാൻ പറ്റി. ആളങ്ങനെ ചിരിക്കണമൊന്നുമില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ മുഖം കയറ്റി പിടിച്ചിരിക്കുന്ന പോലെ. എല്ലാവർക്കും ചെറിയൊരു ചിരിയൊക്കെ ഉള്ളൂ. നമുക്ക് കുറച്ചും കൂടിയൊക്കെ
മിംഗ്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരോടാണ് താല്പര്യം. എന്നാലും ആൾ കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ കണ്ടോ ഭയങ്കരമായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ റേസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ഒക്കെ ഇതിലില്ല. ആക്സിഡൻറ്റിൻ്റെ ഒരു വീഡിയോ അതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ. ഭയങ്കര നല്ല ആക്സിഡൻറ്റാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ആക്സിഡൻറ്റ് സംഭവിച്ചു പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും വന്ന് നോക്കണമെന്നില്ല കേട്ടോ. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും വീണ്ടും വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയും വണ്ടി ഓടിച്ചാൽ റെഡി ആവുന്നു. ആളെ സ്ട്രെച്ചറിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ കുറച്ച് സീരിയസ് ഉള്ള പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫൈനലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 250cc സെയിം ഫൈനൽ, പിന്നെ 450cc ഫൈനലൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ കുറേയൊക്കെ എന്താണ് ഇരുന്ന് നല്ല രീതിയിൽ കാണാനുണ്ടായിരുന്നു. പക്ഷേ 9:30 മണിയായി. നമ്മൾ ആ ഒരു 5 മണിക്ക് കയറിയിട്ട് ചെറിയ സ്നാക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പോകണം എന്നുള്ളൊരു മൈൻഡായി കുട്ടികൾക്ക്. പിന്നെ സൽമാൻ ഖാനെയും കൊണ്ട് ഫൈനലും കംപ്ലീറ്റ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സെബാസ്റ്റ്യൻ കോഹൻ്റെ ഒരു 1 man ഷോ ഉണ്ടായിരുന്നു. അത് മിസ്സായതാണ് സങ്കടം. ഫസ്റ്റത്തെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. വേറെ സങ്കടമൊന്നുമില്ല, കപ്പ് കൊടുക്കണമെന്ന് കണ്ടിട്ടില്ലെങ്കിലും സങ്കടമൊന്നുമില്ല. പിന്നെ റീലും കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാം തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ സ്ട്രെച്ചറിൽ കയറ്റി കേട്ടോ. അത് കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ ഇടയിൽ വേറൊരു ആക്സിഡൻറ്റ് നടന്നിട്ട് ആൾ പിന്നെ എണീറ്റ് വണ്ടിയൊക്കെ ഓടിച്ച് പോയി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ റേസിൻ്റെ വിശേഷങ്ങൾ. പിന്നെന്താ, റേസ് അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫൈനലും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വണ്ടി ഓടിക്കൽ അവിടെ നടക്കുന്നുണ്ട്. പിന്നെന്താ, പിന്നെ നമ്മുടെ ആ ബ്ലൂ തന്നെയാണ് കേട്ടോ വീണ്ടും ജയിച്ചത്. ബ്ലൂ ആള് ചില്ലറക്കാരനല്ല, ആള് ഭയങ്കര റൈഡറാണ്. എനിക്ക് ആളുടെ പേരും കാര്യങ്ങളും നമുക്ക് ഫേസൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, ഒക്കെ ഫോറിൻ റൈഡേഴ്സ് അല്ലേ. പിന്നെ നമുക്കിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഇവൻറ്റിലൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ എന്തായാലും ഇവരൊക്കെ നമുക്ക് പഠിക്കണം അല്ലേ, ഒക്കത്തിന് പഠിച്ച് സെറ്റാക്കി വെക്കണം. ക്യാമറാമാൻ്റെ 5 കളി അവിടെ എല്ലായിടത്തും ക്യാമറ ഉണ്ട് കേട്ടോ. പിന്നെ അതാ സൽമാൻ ബ്രോൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആൾ ഭയങ്കര ലുക്കായിട്ടാണ് നിൽക്കുന്നത്. എന്തായാലും അടിപൊളി ഇവൻ്റ് ആയിരുന്നു. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാണുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെയും ഇങ്ങനത്തെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്ന റേസ് മോട്ടോക്ക് ഒരുപാട് താങ്ക്സ്. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ സജഷൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് സൽമാൻ ഭായിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്ന വീഡിയോസൊക്കെ എടുക്കണം. ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ് 51.